എന്തായാലും എം വിജിൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ എല്ലാം ഫോളോ ചെയ്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ എം വിജിൻ, ഇപ്പോൾ സിജു കണ്ണൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ എം വിജിനും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അത്ര ശുഭകരമായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. നാളെ ഈ ദൗത്യം തുടരുമെങ്കിലും ആ ദൗത്യത്തിൽ എത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നത്തേതിൽ സീറോ വിസിബിലിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുമ്പോൾ നാളെ വീണ്ടും അതിനുള്ള സാധ്യത തന്നെയാണ്. ഡൈവർമാർക്ക് ഡൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാധ്യമായത് ചെയ്യും, എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ വെല്ലുവിളികളും ചൂണ്ടിക്കാട്ടുകയാണ്. എത്രമാത്രം പ്രതീക്ഷയുണ്ട്? ഈ 12 ദിനവും നമ്മുടെ അർജുനെ കാണാൻ സാധിക്കാതെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരികയാണ് ഈ ദൗത്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി എത്ര പ്രതീക്ഷയുണ്ട്? എന്താണ് എം വിജിന് വിശദീകരിക്കാനുള്ളത്? തീർച്ചയായും അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ 12 ദിവസങ്ങൾ അർജുന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുന്നു. പക്ഷേ ഇന്ന് 12ാം ദിവസം വരെ നിരാശയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ നാളെ രാവിലെ തന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ശ്രീ PA മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് മിനിസ്റ്റർ ശ്രീ AK ശശീന്ദ്രനും അവരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ ഒരു അവലോകന യോഗം ഇന്ന് രാവിലെ നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഇന്നലെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ മുതൽ ശശീന്ദ്രൻ മിനിസ്റ്റർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നടന്ന യോഗത്തിൽ ഉൾപ്പെടെ ഈ 2 മന്ത്രിമാരും MLA എന്ന രീതിയിൽ ഞാനുണ്ടായിരുന്നു, സച്ചിനും അതുപോലെ തന്നെ ലിൻഡോയും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ രാജഗോപാൽ MLA എന്നോടൊപ്പം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അഷ്റഫ് MLAയും ഇവിടെയുണ്ട്. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചത് ആ യോഗത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തപ്പോൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തോടും ബന്ധപ്പെട്ട നേവി ഉദ്യോഗസ്ഥരോടും ബഹുമാനപ്പെട്ട മന്ത്രിമാർ ആവശ്യപ്പെട്ടത് ഏത് സാധ്യതയെ ഉപയോഗപ്പെടുത്തിയിട്ടായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതപ്പെടുത്തണം എന്ന് തന്നെയാണ്. ഇന്നലെ നമുക്കറിയാം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇതിൽ വളരെ ശ്രദ്ധാപൂർവ്വം ഇന്നലെ അദ്ദേഹം കേന്ദ്ര മന്ത്രിക്കുൾപ്പെടെ കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായി. നേവിയുടെ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും ഉൾപ്പെടെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അർജുനെയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനവും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തെ ഊർജിതപ്പെടുത്തുക എന്ന് തന്നെയാണ്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ നമുക്കറിയാം കഴിഞ്ഞ 11 ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാവിലെ മുതൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈശ്വർ മാൻപേയുടെ നേതൃത്വത്തിലുള്ള 8ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾ, തീർച്ചയായും അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഈ പുഴ നന്നായി അറിയുന്നവരാണ്. ഈ പുഴയുടെ ഒഴുക്കിനെ, പുഴയുടെ ആഴത്തെ നന്നായി അറിയുന്ന ആളുകളാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. തീർച്ചയായും മാൻപേയുടെ നേതൃത്വത്തിലുള്ള ഒരു മത്സ്യത്തൊഴിലാളി സംഘം തീർച്ചയായും അവരുടെ ഒരു വലിയ സേവനം കൂടി ഇന്ന് രാവിലെ ഉണ്ടാവുകയാണ്. അതോടൊപ്പം നേവിയോടും അതോടൊപ്പം മറ്റ് സംവിധാനത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ന് മാൻപേയുടെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്നുകൊണ്ട് 9 തവണയാണ് അദ്ദേഹം ഇന്ന് ഡൈവ് ചെയ്തത്. പ്രത്യേകമായിട്ടും നമ്മളൊരു പോയിൻ്റ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്ന ഡിറ്റക്ടർ ഏറ്റവും കൂടുതൽ സാധ്യത കണ്ടെത്തിയ ഒരു ഇടത്തുകൂടിയാണ്. കാരണം നേരത്തെ അവിടെ നിന്ന് ഒരു 1-2 മത്സ്യത്തൊഴിലാളികൾ ഒരു സാധ്യത കണ്ടിരുന്നു എന്ന് പറയുന്ന ഒരു സാധ്യത ഒരു കേന്ദ്രം കൂടിയാണ്. ആ കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് നടന്നത്. പക്ഷെ അതിനിടയിൽ ഒഴുക്ക് അത് പ്രതികൂലമായൊരു സാഹചര്യം, കാലാവസ്ഥയും പുഴയിലെ ഒഴുക്കും ഒക്കെ വലിയ പ്രശ്നമാകുന്നുണ്ട് ഈ ദിവസങ്ങളിൽ എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങേക്ക് ഉൾപ്പെടെ വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, വാർത്തകളാണ് ഈ 12 ദിനവും വന്നത് എന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിന് ഇടയിൽ തന്നെ നമുക്ക് ചില
വാർത്തകൾ കൂടി വരുന്നത്. ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇന്നലത്തെ യോഗത്തിൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇപ്പോൾ പാന്തൂൺ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് രാവിലെ സംഭവിച്ചത് എന്നാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ ദൗത്യ സംഘം അതുപോലെ പൂർത്തീകരിക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ ഈ ദിവസങ്ങളിൽ നടക്കുന്നത് എന്ന ചോദ്യം വീണ്ടും ഉയരും. അത് അങ്ങേക്കറിയാലോ, നമുക്ക് കേരളത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. കർണാടകത്തിൽ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു മലയാളിയായ സഹോദരനെ കാണാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖത്തിനോടൊപ്പം ഈ കാര്യങ്ങൾ വീഴ്ചകളുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്? അങ്ങനെ ഒരു മെല്ലെപ്പോക്ക് അവിടെ ഉണ്ടോ കാര്യങ്ങളിൽ? ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. എടുത്ത തീരുമാനങ്ങൾ അത് പൂർണ്ണമായി നടപ്പിലാകാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടം മന്ത്രിയും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു ഘട്ടം പരസ്പരം പഴിചാരിയിട്ടോ കുറ്റം പറഞ്ഞോ നിൽക്കേണ്ട ഒരു ഘട്ടമല്ല എന്നിടത്ത് എങ്കിൽ പോലും ഇന്ന് ഊന്നിയൊരു രാവിലെ നടന്ന അവലോകന മീറ്റിംഗിൽ ഉൾപ്പെടെ മന്ത്രി വളരെ ശക്തമായിട്ട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തോടും അതോടൊപ്പം തന്നെയുള്ള സംവിധാനങ്ങളോടുമെല്ലാം സൂചിപ്പിച്ചത്. കാരണം ഇവിടെ വന്ന് ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ നടത്തുക എന്നത് പ്രായോഗികമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു മറ്റൊരു സംസ്ഥാനമാണ്, അതിൻ്റെ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാവിലെ ചേർന്ന അവലോകന യോഗത്തിൽ വളരെ കൃത്യമായി റിയാസ് മിനിസ്റ്റർ ഇവിടുത്തെ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോടും മറ്റ് നേവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോടും സൂചിപ്പിച്ച ഒരു കാര്യമാണ്. തീരുമാനിച്ച തീരുമാനങ്ങൾ നമുക്ക് കൃത്യം അതിൽ പാൻറ്റൂൺ അത് കൊണ്ടുവരും എന്ന് നേരത്തെ തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചതാണ്. പക്ഷേ അത് ഇന്ന് രാവിലത്തെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നലെ രാത്രി നടന്ന അവലോകനത്തിൽ അറിയിച്ചത്. പക്ഷേ ഇന്ന് വൈകിട്ടായിട്ട് പോലും ആ സംവിധാനം ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത്, നേരത്തെ റിയാസ് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചത് വൈകിട്ടോടുകൂടി രാജസ്ഥാനിൽ നിന്നുള്ള വിദഗ്ധർ എത്തിച്ചേരുമെന്നാണ്. ഇപ്പോഴും ഞങ്ങളോട് പറഞ്ഞത് രാത്രിയോടുകൂടി അവർ എത്തിച്ചേരും. നാളെ മുതൽ പാൻറ്റൂൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടി ഇതിന് പാരലായി നടക്കുമെന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും നടപ്പിൽ വരുന്നില്ല എന്ന പ്രതിസന്ധി ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്.